ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് സെറ്റ് ഹാസ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഓക്കെ, സെറ്റ് ഹാസ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സെറ്റിനുള്ളിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെറ്റ് ഹാസ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരു ബൂളിയൻ വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്ത് വരിക. നമുക്ക് കൊടുത്ത വാല്യൂ നമ്മളെ സെറ്റിനുള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്നും, അങ്ങനെ ആ കൊടുത്ത വാല്യൂ നമ്മളെ സെറ്റിനുള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് ഫാൾസ് എന്നുമായിരിക്കും ഇതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്ത് വരുന്നത്. ഓക്കെ, സെറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ഒബ്ജക്റ്റിൻ്റെ പേരെന്താണോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഡോട്ട് ഹാസ്, അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് വാല്യൂ ആണോ തിരയേണ്ടത് അല്ലെങ്കിൽ സെർച്ച് ചെയ്യേണ്ടത് ആ വാല്യൂ നമ്മൾ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മൾ മുമ്പ് ചെയ്ത പ്രോഗ്രാമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ സെറ്റ് എന്നുള്ളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു 3 വാല്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് അത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് സെറ്റ് എന്നിട്ട് കൊടുക്കുക. നമ്മുടെ സെറ്റിൻ്റെ പേരാണ് നമ്മളിവിടെ സെറ്റ് എന്നിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഹാസ് എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, CSS എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത് സേവ് ചെയ്ത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് സ്ക്രീനിൽ ആ വാല്യൂ ഉണ്ട്, ട്രൂ എന്നാണ് ആൻസർ കിട്ടുന്നത്. കാരണം നമ്മുടെ ഈ സെറ്റിൻ്റെ ഉള്ളിൽ ഈ CSS എന്ന വാല്യൂ നമുക്ക് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇതിലില്ലാത്തൊരു വാല്യൂ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ PHP എന്ന് ടൈപ്പ് ചെയ്തു. ഇത് റൺ ചെയ്തിട്ട് നമുക്കിവിടെ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ഫാൾസ് എന്നായിരിക്കും കാണിച്ചു തരിക. കാരണം നമ്മൾ ആ സെറ്റിൻ്റെ ഉള്ളിൽ PHP എന്നുള്ളൊരു വാല്യൂ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിളായിട്ടും വളരെ ചെറിയൊരു പ്രോഗ്രാമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.